ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് വളരെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലെന്നും ഒരു തരത്തിലുമുള്ള ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലോടെ ഓരോ വകുപ്പുകളും മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. വീഴ്ചയൊക്കെ സ്വാഭാവികമാണെന്നും അതുകൊണ്ടാണ് നടപടിയെടുക്കുന്നതെന്നും ഈ സംഭവം മാത്രം പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല സെൻസിറ്റീവായ മേഖലയാണ്. അതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് ആരോഗ്യമേഖല പോകുന്നത്. എന്നാൽ ഇങ്ങനെ അപൂർവമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനുള്ള മുൻകരുതലോടുകൂടി മുന്നോട്ടു പോകുമെന്നാണ് സർക്കാരും മന്ത്രിയും തീരുമാനിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, 10 ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇതുമാത്രം പ്രവർത്തിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ടൊന്നുമില്ല, അതേന്ന് 1-2 ഉണ്ടാവും, അത് കഴിഞ്ഞില്ലേ. പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം, അത് 2 ചൂണ്ടിക്കാണിച്ച് ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾ കേൾക്കാനൊക്കെ എന്താ വേണ്ടി വെച്ചാൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വാർത്ത സൃഷ്ടിക്കുക. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി എവിടെ നിന്നോ കിട്ടുന്ന വാർത്ത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീഴ്ച അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തത്. അവിടെ നിലപാട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. ഇത് 5 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. മറ്റതും അതേപോലെ തന്നെയാണ്. 2 സംഭവം ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കണ്ടിന്യൂസ് പറയുന്നത് ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, മിനിഞ്ഞാന്നുണ്ടായി, അങ്ങനെയാ ഒറ്റപ്പെട്ട സംഭവം. വളരെ വളരെ ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാണ്. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്കുക. ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടക്കുന്ന സംസ്ഥാനമല്ലേ കേരളം. അതിൽ 2 ചൂണ്ടിക്കാട്ടി എല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ അതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഴ്ചയുണ്ടായതുകൊണ്ടാണല്ലോ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. ഇത് വളരെ വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവവും ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലോടെ ഓരോ വകുപ്പുകളും മുന്നോട്ട് പോകണം. യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചതടക്കമുള്ള സംഭവങ്ങൾ UDFന്റെ അറിവോടെയാണെന്നും കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതേവരെ പല സ്ഥലത്തും റീത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളാണ് റീത്ത് വെക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായിട്ട് റീത്ത് വെച്ചത് യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന നിലയിലുള്ള ഒരു വർക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അതിശക്തിയായിട്ട് അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ അത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതികരണം കൂടിയായി ചേർന്നായിരിക്കും. അപ്പോൾ വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുക. സംഘർഷം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDFും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ കേരളം പോവുകയാണ്. അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിൻ്റെ പിന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നിലുണ്ട്. അത് UDF അറിയാണ്ട് നടക്കുന്നതല്ല, അവരുകൂടി അറിഞ്ഞ് നടത്തുന്ന കാര്യം തന്നെ. പല സ്ഥലത്തും റീത്ത് വയ്ക്കുന്നുണ്ടെങ്കിലും ഞങ്ങളാണ് റീത്ത് വയ്ക്കുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായി റീത്ത് വെച്ചത് യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ സ്വാഭാവികമായും വരുന്നത് ഇതിന്റെ ഭാഗമായുള്ള പ്രതികരണം കൂടിയാകും. അപ്പോൾ അത് വലിയ സംഘർഷത്തിലേക്കാവും എത്തുക. സംഘർഷമുണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസും UDFും ശ്രമിക്കുന്നത്. കേരളം സമാധാന അന്തരീക്ഷത്തിൽ പോവുകയാണ്. അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിനു പിന്നിലുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.